കെ അശോകും അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ പ്രായോഗികമായി തന്നെ ഏതൊക്കെ രീതിയിൽ ഈ തിരച്ചിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ഉയർത്തണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് തുടരുന്നത്. നേരം എത്ര വൈകിയാലും നിർണായക ഘട്ടത്തിൽ ഇന്ന് കൂടുതൽ പരമാവധി പരിശോധന നടത്തും, കൂടുതൽ സമയമെടുത്ത് പരിശോധന നടത്തുമെന്നാണ് MLA അടക്കം പങ്കുവച്ചത്. ഇനി വൈകിട്ട് വരെ ലഭ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ യോഗത്തിലെടുക്കുന്ന അന്തിമമായ തീരുമാനം ആങ്കോല IBയിൽ നടക്കുന്ന യോഗത്തിൽ എടുക്കുന്ന അന്തിമമായ തീരുമാനം എത്തുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നേരത്തെ ഡൈവ് ചെയ്ത് അദ്ദേഹം സ്റ്റിയറിംഗിൻ്റെ ഭാഗം ഉൾപ്പെടെ കണ്ടെത്തിയെന്നും അതിൽ തന്നെ സ്ഥിരീകരിച്ച ഭാഗത്ത് നിന്ന് മാറുകയാണ്. ജില്ലാവലിയുടെ ഏതാണ്ട് നടുഭാഗത്ത് എന്ന മേജർ ജനറൽ പുറത്തുനിന്നുള്ള ക്രെയിൻ എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ഡ്രജർ ഉപയോഗിച്ചുള്ള ക്രെയിൻ എന്നുള്ള നിർദ്ദേശത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക്. ഇതിലേക്ക് പൂർണ്ണമായും ഡ്രജർ ഇപ്പോൾ അടുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈശ്വർ മൽപെ നേരത്തെ കയർ കെട്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് ഡ്രജർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചർച്ച പ്രാഥമികമായി നടത്തിയിരുന്നു. അവർ പിന്നീട് ഡ്രച്ചറിലേക്ക് ഡിങ്കി ബോട്ടിന്റെ സഹായത്തോടു കൂടി എത്തി അവിടെ വെച്ച് കൂടുതൽ ആലോചനകൾ നടത്തി. മാൽപയെ വിളിച്ചതിന് ശേഷം അദ്ദേഹവുമായി സംസാരിച്ചു.